അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ പരമാവധി സ്വലാത്ത്, സലാം, മദ്ഹ്, മൗലിദ് എല്ലാം നാം ചൊല്ലുക. മുത്തുനബിയുടെ പേരിൽ മൗലിദ് ഓതാത്ത ഒരു വീടും ഉണ്ടാകരുത്. സ്വന്തമായി ഓതുക, അല്ലെങ്കിൽ ഉസ്താദുമാരെ വിളിച്ചെങ്കിലും മൗലിദ് സദസ് വീട്ടിൽ സംഘടിപ്പിക്കുക. കാരണം മഹാനായ ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹദ് മലയോളം സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ഞാനത് മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാൻ ചെലവാക്കുമായിരുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും അതിന്റെ മഹത്വത്തെ മാനിക്കുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാകുന്നതാണ്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗലിദ് പാരായണത്തിന് പ്രത്യേക സ്ഥലവും ഭക്ഷണവുമൊക്കെ ഒരുക്കി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നവർ പരലോകത്ത് സുദ്ദീഖീങ്ങൾക്കും രക്തസാക്ഷികൾക്കും സ്വാലിഹീങ്ങൾക്കുമൊപ്പം യാത്രയാക്കപ്പെടുന്നവനാകുന്നു. അതുപോലെ മൗലിദ് ഓതുന്ന സദസ്സിനെ ഒരാൾ ലക്ഷ്യമിട്ടാൽ അവൻ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പിനെ അന്വേഷിച്ചു ചെന്നവനായി. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന വീട്ടിലും പള്ളിയിലും മഹല്ലിലും അള്ളാഹുവിന്റെ റഹ്മത്ത് പരക്കുന്നതാണ്. മലാകമാർ ഇറങ്ങി വന്ന് അവരെ പൊതിയുന്നതും പ്രഭ പരത്തുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് പറയാനുണ്ട്. എല്ലാവരും മൗലിദിന്റെ മഹത്വം മനസ്സിലാക്കി മൗലിദ് ചൊല്ലുക, മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.